ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ അതിന്റെ രേഖകൾ സഹിതമാണ് BJP ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹക്കിം അജ്മൽ ഖാനും അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റുവാണ് അന്ന് ഡോക്ടർ ഹെഡ്ഗേവാറിനെ സ്വീകരിക്കാൻ വേണ്ടി ആ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തെന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. അതിനോടെന്താണ് നമ്മുടെ RSS എന്ന് പറയുമ്പോൾ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയമാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RSS ഹെഡ്ഗേവാറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ വർഷം ഏതാ? 1921. RSS ഉണ്ടായിരുന്നത് 1925. അപ്പോ അദ്ദേഹം അല്ല, അപ്പൊ EMS അല്ല, അതിനൊരു പ്രശ്നമുണ്ട്. അതായത് ഹെഡ്ഗേവാർ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ 1921 പങ്കെടുത്തെന്നല്ലേ രേഖകളിൽ പറയുന്നത്. നമ്മുടെ പ്രശ്നം എന്താ? ഇതിനകത്ത് ക്ലാരിറ്റി ഇല്ലാത്ത ഏതാണ്ട് കാര്യങ്ങളുണ്ട്. RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഒരാൾ പോകുന്നതോട് കൂടിയിട്ടാണ് അയാൾ വിഭാഗീയ ചിന്തയുടെ ഭാഗമാകുന്നത്. കോൺഗ്രസ് ആയിരിക്കും ആ ആശയമായിട്ടൊക്കെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അയാൾ RSS ആയി പോയത്. ഒന്ന് പറയട്ടെ. അതായത് നിങ്ങൾ പറയുന്ന വർഷവും മാസവും ദിവസവും, നിങ്ങൾ തന്നെ പറയുന്ന വർഷവും മാസവും ദിവസവും RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തില്ല. RSS എന്താ ഉണ്ടായത്? നമ്മുടെ പ്രശ്നം എന്താ? ഈ ഹെഡ്ഗേവാറും ഗോൾവർക്കറും സവർക്കറും എല്ലാം കൂടെ ചേർന്നിട്ട് രാജ്യത്തെ വിഭാഗീയതയിലേക്ക്, രാജ്യത്തെ വിഭജനത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രത്യയശാസ്ത്രം കൊണ്ടുവന്നു. നമ്മുടെ വിയോജിപ്പ് ആളുകളോട് വ്യക്തിപരമായ വിയോജിപ്പല്ലല്ലോ, നമ്മുടെ വിയോജിപ്പ് രാഷ്ട്രീയമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം അങ്ങ് ഒരു 30 വയസ്സ് വരെ വളരെ ഒരു സോഷ്യൽ കോണ്ടാക്റ്റിൽ വളരെ മാന്യമായി നിയമമൊക്കെ പാലിച്ച് ജീവിക്കുന്നു. 31ാമത്തെ വയസ്സിൽ അങ്ങ് ഒരു കൊലപാതക കേസിൽ പ്രതിയാകും. ഞാൻ 30 വയസ്സ് വരെ ഈ നാട്ടിലെ നിയമമെല്ലാം പാലിച്ചു, അതുകൊണ്ട് 31ാമത്തെ വയസ്സ് നടത്തിയ കൊലപാതകം അതിന്റെ പേരിൽ എന്നെ കൊലപാതകി എന്ന് വിളിക്കുമെന്ന് പറയാൻ പറ്റൂ? നിങ്ങളുടെ അത്ര കാലത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല പ്രശ്നം. RSSന്റെ ചെളിക്കുണ്ടിൽ പോയി വീണിട്ടുണ്ടോ? ആ വർഗീയ ചെളിക്കുണ്ടിൽ പോയി വീണിട്ടുണ്ടെങ്കിൽ അന്ന് തൊട്ട് നിങ്ങൾ വർഗീയവാദി. അതിനകത്തൊരു തർക്കമില്ല.